നമ്മുടെ അച്ഛൻ ട്രാക്ടർ വയ്ക്കുന്ന തോന്നുന്നു. അച്ഛമ്മേ, ദേ മക്കള് വന്നു. ആ അല്ല അവനെവിടെ? അവനതാ പുറത്ത് കിടന്ന് ഉറങ്ങുന്നു. നിങ്ങൾ എന്ന് അവനെ ഒന്ന് വിളിക്കേ. രാജീവാ, ഇവന്റെ ഒരു ഉറക്ക്. രാജീവാ, കുട്ടികൾക്കുള്ള ചായയും കടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ വേഗം ചെന്ന് ഉണ്ടാക്കി കൊടുക്കടാ. നിന്റെ ഒരു ഉറക്കം. ശ്യാമയാണെങ്കിൽ ഇപ്പൊ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ പിന്നെ എനിക്കൊരു ലൈം ടീ കൂടി വേണം, അതുകൂടി റെഡിയാക്കിക്കോ. അല്ല സാമൂതിരി. സാമൂതിരി അല്ല. ഭട്ടതിരിയാണോ? ഏയ് മെഴുകുതിരി അല്ല, ചന്ദനത്തിരി ആയിരിക്കും. ആ മതി മതി മതി. ലോകത്തുള്ള സർവ്വ തിരികളുടെ പേര് പറഞ്ഞാലും എന്റെ പേര് മാത്രം പറയരുത്. ഐ ആം അഡ്വക്കേറ്റ് എംബ്രാന്തിരി. ഈ കളവൻ എന്നെ കൂടി പഴപ്പിക്കും. ഐ ആം അഡ്വക്കേറ്റ് കോനാതിരി. എന്ത് തിരിയെങ്കിലും ആവട്ടെ, നിങ്ങൾക്കൊരു മാസത്തിൽ എന്ത് ശമ്പളം കിട്ടും? അതറിഞ്ഞിട്ട് എന്തിനാ? കടം ചോദിക്കാനാണോ? അതല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. വെറുതെ അറിഞ്ഞിരിക്കാനാണെങ്കിൽ ഞാൻ പെറ്റി കേസിന്റെയും സിവിൽ കേസിന്റെയും ക്രിമിനൽ കേസിന്റെയും കുറെ സെക്ഷൻ പറഞ്ഞു തരാം. വെറുതെ ഇരുന്ന് പഠിച്ചോ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു പിഞ്ചു ബാലികയെ പീഡിപ്പിച്ചു എന്ന് വെക്കുക. ആസ് വെൽ ആസ് അത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, അതായത് IPC വകുപ്പ് പറയുന്നതിന് മുമ്പ് തന്നെ കളവൻ പീഡിപ്പിക്കാൻ പോയോ? കടിയില്ലെങ്കിൽ എനിക്ക് ചായ വേണ്ട. എനിക്കും. തൽക്കാലം ബിസ്ക്കറ്റ് തരാം, വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. നാളെ മുതൽ എല്ലാം ശരിയാവും. നിങ്ങൾ സഹകരിക്കടേ. ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല പിന്നെ. സ്വന്തം അച്ഛൻ്റെ ഇങ്ങനെ താങ്ങല്ലേ. ഇപ്പൊ നേരത്തിനൊന്നും കിട്ടാതായി. വൈകുന്നേരം ഒരു കട്ടൻ ചായ കുടിച്ച് ശീലമുള്ളതാ. ഓ, ഉച്ചക്ക് എന്നെ പട്ടിണിയാ. അത് വല്ലതും ബോധമുണ്ടോ? ഓ, ശ്യാമ എല്ലാരും കേടെടുത്ത് വെച്ചിരിക്കല്ലേ. അവളിവിടെ ഇല്ലാത്തത് കാണാനുണ്ട്. ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരാം. എല്ലാരും ഒന്ന് പോയേ, എന്റെ കോൺസെൻട്രേഷൻ പോണു. കോൺസെൻട്രേഷൻ മുഴുവൻ പോകുന്നതിന് മുമ്പ് എന്റെ ലൈം ടീ എടുക്കണേ. എന്റെ വക്കീലെ കൊണ്ടുതരാം. അവിടെ എവിടെങ്ങാനും പോയി ഇരിക്ക. അച്ഛാ, ഞങ്ങൾ കളിക്കാൻ പോവാണ്. ആഹാ, എങ്ങോട്ടാ രണ്ടും കൂടെ? കളിക്കാനോ? വീഴരുത് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ശരിയമ്മേ. ഏട്ടാ, എനിക്ക് പെട്ടെന്നൊരു നാരങ്ങ വെള്ളം വേണം. വല്ലാത്ത ക്ഷീണം. വന്ന് കയറിട്ടല്ലേ ഉള്ളു, കുറച്ച് വിശ്രമിക്ക്. എനിക്ക് 2 കയ്യേ ഉള്ളു. രാവിലെ 5 മണിക്ക് തുടങ്ങിയതാ. സെക്ഷൻ 23/8 ജോലി കഴിഞ്ഞ് കയറി വരുന്ന ഭാര്യയുടെ ആരോഗ്യ കാര്യത്തിലുള്ള അശ്രദ്ധ. സെക്ഷൻ 27/32 പട്ടിയെ കൊല്ലാൻ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കൽ. എന്റെ വക്കീൽ എന്നെ അങ്ങ് കൊല്ല്. എന്നിട്ട് വേണം എന്നെ IPC 302 വകുപ്പ് പ്രകാരം അകത്തിടാൻ. ഞാൻ വേറെ ആളെ വിട്ട് കൊല്ലിക്കാം. അതെനിക്ക് പുത്തരിയല്ല. അതെ, എന്റെ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പടി വിയർപ്പ.